തുടങ്ങണമെന്നൊന്നും അറിയില്ല, പക്ഷേ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ലണ്ടനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് 9 മാസമായി. അതിലാദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് യാത്ര ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ 2 ദിവസം മുമ്പാണ് 7 സിസ്റ്റർ എന്ന UK ഔട്ടർ ലണ്ടനെ കുറിച്ചിട്ട് അറിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വർക്കുള്ളത് കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നാൽ ഈസ്റ്റ് ക്രോയിഡൺ സ്റ്റേഷൻ എത്തും. ആദ്യമായിട്ടാണ് കുറച്ച് ലോങ് ആയിട്ട് പോകുന്നത്, അതുകൊണ്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കണമെന്നൊന്നും അറിയില്ല. അവസാനം ഞങ്ങൾ സ്റ്റേഷനിലെത്തി. എങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 33 പൗണ്ടാണ് വൺ സൈഡ് കാണിച്ചത്. അങ്ങനെ പല മെത്തേഡ് നോക്കിയപ്പോഴും കുറഞ്ഞ് കിട്ടുന്നില്ല. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോക്കി, ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ എല്ലാ മെത്തേഡും നോക്കി കുറവ് കിട്ടുമെന്ന് നോക്കുന്ന വഴികളൊക്കെ, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ അതിൽ നിന്ന് നിങ്ങൾ തോറ്റ് പിന്മാറി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ടിക്കറ്റ് കിട്ടാതായപ്പോൾ കൗണ്ടറിൽ പോയി ചോദിച്ചു. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത്. നമുക്ക് ആ കാണുന്ന സ്ക്രീനിൽ എല്ലാ ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. നമുക്ക് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഔട്ട്വാർഡും റിട്ടേൺ ടിക്കറ്റും. ഔട്ട്വാർഡ് ആ കാണുന്ന മെഷീനിലൂടെ ഇട്ട് തിരിച്ചെടുക്കണം. ഡോറ് ഓപ്പണായി പുറത്തോട്ട് നമ്മൾ നടന്ന് നമുക്ക് പോവേണ്ടത് പ്ലാറ്റ്ഫോം നമ്പർ 5. ഫൈനലി ഗൈസ്, ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിച്ചേർന്നു. ഞങ്ങൾ 7 പേരുണ്ട് യാത്രയിൽ. ഞങ്ങളുടെ ട്രെയിൻ വരാൻ ഇനിയും ഒരു 10 മിനിറ്റ് കൂടിയുണ്ട്. അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ട്രെയിൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലെ വലിയ ട്രെയിനൊന്നുമല്ല, ചെറിയ ട്രെയിനാണ്. പക്ഷേ ഭയങ്കര സ്പീഡായിരുന്നു. അതിനുള്ളിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് പുറത്തെ സൗണ്ട് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഭയങ്കര സ്മൂത്തായിരിക്കും പോകുന്നത്. നിങ്ങൾ കാണുന്നില്ലത്. കുറച്ച് വീഡിയോസ് എടുത്ത് അങ്ങനെ നേരെ ഉള്ളിലോട്ട് കയറി. അവിടെ ചെറിയൊരു കഫേ ഉണ്ട്, കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം ട്രെയിനിൽ കയറി. ക്ഷീണമുള്ളതിനാൽ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ സ്റ്റേഷനെത്തി. ഈസ്റ്റ് ബോൺ സ്റ്റേഷനാണ്, അത് പറയാൻ മറന്നുപോയി ഗൈസ്. ആ മാപ്പിൽ നമുക്ക് സ്ഥലങ്ങളെല്ലാം അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് വെൽക്കം ടു ഈസ്റ്റ് ബോൺ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ചെറിയ സ്റ്റേഷനാണ്, ഈസ്റ്റ് കോയിഡ് സ്റ്റേഷൻ്റെ അത്ര ഒന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം നടന്നു, അവിടെയൊക്കെ നോക്കി. നല്ല ക്ലീനാണ് സ്റ്റേഷനും കാര്യങ്ങളും. പിന്നെ ഇവിടെ കുറച്ച് കഫേസ് ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് ഇട്ടു. ആ ടിക്കറ്റ് നമുക്ക് ഇനി തിരിച്ച് കിട്ടില്ല. അങ്ങനെ നേരെ സ്റ്റേഷനുള്ളിൽ കയറി. ഇതാണ് സ്റ്റേഷൻ്റെ ഉൾഭാഗം. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അവിടെ സബ്വേ ഉണ്ട്, പിന്നെ കുറേ കോഫി ഷോപ്പ്. അങ്ങനെ നേരെ നടന്നു. ഇവിടെ സ്ക്രീനിൽ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അങ്ങനെ നടന്ന് പുറത്തോട്ട് പോവാണ്. അവിടെ ATMs ഒക്കെ ഉണ്ട് സ്റ്റേഷനിലുള്ളിൽ. നല്ല ചൂടാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് ഈസ്റ്റ് ബോൺ സെൻറ്റർ വരുന്നത്. ഇവിടെ കുറേ ഷോപ്പിംഗ് മാളുണ്ട്. ഇന്നർ ലണ്ടൻ്റെ അത്ര ഒന്നും വരില്ലെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് പർച്ചേസിന് പറ്റിയ ഷോപ്പുകളുണ്ട്. ഇതാണ് ഈസ്റ്റ് ബോൺ സ്റ്റേഷൻ്റെ എക്സിറ്റ് വരുന്നത്. പിന്നെ കുറച്ച് നടന്നു. എവിടെ നിന്നാണ് ബസ് കയറേണ്ടതെന്നൊരു പിടുത്തമില്ല. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. അങ്ങനെ നടന്നു. ഫോണിൽ നോക്കി, സിറ്റി മാപ്പർ വഴി നോക്കി. അങ്ങനെ ആ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കി അങ്ങനെ എല്ലാവരും. കാരണം ആദ്യമായിട്ടാണല്ലോ പുറത്തോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ നടന്നു. ഫുഡിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തി. നമുക്ക് പോകാനുള്ള ബസ് ഇതാണ്. അങ്ങനെ ക്യൂ പാലിച്ച് നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം എക്സിറ്റ് ഡോർ ഉണ്ടായിരുന്നില്ല. എക്സിറ്റും ഇന്നും കയറുന്നത് ഒരേ ഡോറിലൂടെ കാരണം നല്ല റഷ് ഉണ്ടായിരുന്നു.
അങ്ങനെ കാടും പിടിച്ചിങ്ങനെ പുറത്തേറെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും ഉള്ളിലോട്ട് കയറി. കുറച്ച് നേരത്തിന് ശേഷം എല്ലാവരും ഉള്ളിലോട്ട് കയറി. ഞാൻ കാർഡ് എടുത്തു മിഷനിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇൻ്റർ ലണ്ടനിൽ 1.75 വരുന്നുള്ളൂ, പക്ഷേ ഔട്ടറിൽ 2 പൗണ്ടാണ്. ആ കാണുന്ന ടാപ്പ് ചെയ്തു, അക്സെപ്റ്റ് കാണിച്ചു, നേരെ മുകളിലോട്ട് കയറി. കാരണം മുകളിൽ കയറിയാലാണ് നമുക്ക് നല്ല വ്യൂ കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സ്റ്റെപ്പ് കയറി നേരെ ബാക്കിലോട്ട് പോവാണ്. കാരണം ബാക്കിൽ നല്ല സ്പേസുള്ള കാരണം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം സീറ്റ് കിട്ടി, അവിടെ ഇരുന്ന്. അപ്പോഴാണ് ഈ ബ്രൗഷർ കണ്ടത്, അവിടെ നിങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ. അതിൽ നോക്കി ഏതൊക്കെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറച്ച് സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ 7 പേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ. ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട് സെവൻ സിസ്റ്ററിലോട്ട്. അവിടെ നിന്നുള്ള വ്യൂസാണ് ഇതൊക്കെ. നല്ല പ്രകൃതി പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. ആ കാണുന്ന ആളുകൾ അവിടെ നിന്ന് വരുന്നതാണ്. അവസാനം സ്റ്റോപ്പെത്തി. അങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, കാരണം ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു പല സ്ഥലത്തു നിന്ന്. അങ്ങനെ 2 ബസ്സുണ്ട്, അറ്റ് എ ടൈമിൽ 2 ബസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ബസ്സിലാണ്. എൻ്റെ ബാക്കിൽ വേറൊരു ബസ് കൂടി ഉണ്ട്, കോസ്റ്റർ പറഞ്ഞിട്ട്. നല്ല വെയിലുണ്ടായിരുന്നു. സൺക്രീം തേക്കാൻ മറന്നുപോയി, ആകെ കരിവാളിച്ചിരിക്കണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലമൊക്കെ അങ്ങനെ നോക്കിയായിരുന്നു. അതാണ് ബസ്. ഫുള്ള് പച്ചപ്പാണ് ഇവിടെ. കാണാൻ നല്ല വൈബാണ് ഇവിടെ. കുറേ ടൂറിസ്റ്ററുണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്, പല രാജ്യക്കാരും. അപ്പോൾ പോവാനുള്ള റൂട്ട് കിട്ടി. അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കി. ഇതാണ് ഡയറക്ഷൻ ബോർഡുകൾ, എങ്ങോട്ടാണ് എവിടേക്കാണ് പോകേണ്ടതെന്ന്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ നടക്കാനുണ്ട്. അത് ഞങ്ങളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് നടക്കുകയാണ്. ആഞ്ഞ് നടക്കുന്നുണ്ട്. നല്ല വെയിലുണ്ട്. രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ ബസ്സിൽ നിന്ന് ആകെ ഒരു ചെറിയ കേക്കും കഴിച്ചതാണ്. അങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോഴാണ് ഈ അരയന്നത്തിനെ കണ്ടത്. പാവം ഒറ്റയ്ക്ക് മാത്രമുള്ളൂ അവിടെ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അങ്ങനെ നടന്ന് പോവുകയാണ് വെയിലത്ത്. ഇങ്ങോട്ടാണ് എത്താമെന്നൊരു പിടുത്തമില്ല. ലാസ്റ്റ് വേറൊരു ബോർഡ് കണ്ടു, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. ഇതാണ് ആ ബോർഡ്. അപ്പോൾ റൈറ്റിലോട്ട് ഞങ്ങൾ തിരിഞ്ഞു. അങ്ങോട്ടൊരു വേറെ വഴിയുണ്ട്, അത് തിരിച്ച് വരുമ്പോൾ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് അവസാനം ഫൈനൽ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. ആ കാണുന്ന ഇതാണ് ക്ലിഫും അതേപോലെ തന്നെ ബീച്ചും കൂടിയിട്ടുള്ളത്. ക്ലിഫ് ഇപ്പോൾ വരും. അങ്ങനെ നടന്ന് എത്തണില്ല. ആ കാണുന്ന സൈഡ് ഭാഗം കണ്ടില്ല, ലെഫ്റ്റ് സൈഡിൽ, അതാണ് ക്ലിഫ് വരുന്നത്. കുറച്ചുകൂടെ അടുത്തോട്ട് വന്നാൽ നല്ല വ്യൂ ആയിരിക്കും. ഇവിടെ ഒരുപാട് കുതിരകളുണ്ട്. ചെറിയ കുതിര, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല, കാണാൻ നല്ല രസമുണ്ട്. വലിപ്പമുണ്ടെങ്കിലും എന്താണ് കാണാൻ നല്ല ഇതുണ്ട്. തൊടണം എന്നൊക്കെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ തൊട്ട് ഓടുന്നുണ്ട്. ചിലപ്പോൾ തൊട്ടാൽ ചിലപ്പോൾ കുത്തുമെന്ന് ഒരു പിടുത്തമില്ലേ. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു, കുതിരയൊക്കെ കണ്ടു. നടന്നുകൊണ്ട് എത്തണില്ല ഇപ്പോഴും. കുറച്ച് നടന്നപ്പോൾ 2 വീടുകൾ കണ്ടു ദൂരത്ത്. അതാണ് സൂം ചെയ്ത് കാണിക്കുന്നത്. നേരത്തെ കണ്ടിരുന്നതിനും കൂടുതൽ കുതിരകൾ ഇവിടെ ഉണ്ട് റോട്ടിൽ. കുറേ ആൾക്കാർ അതിനെ തൊടാൻ ശ്രമിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ പേടി കാരണം തൊടണോ വേണ്ടേ എന്നിങ്ങനെ കുറേ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നടന്നു.
അവസാനം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഗായ്സ്. ആ കാണുന്നതാണ് ബീച്ച്. കുറേ മൈലുകൾ താണ്ടി ഞങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. ചെറിയ പൂക്കളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് സമ്മറായ കാരണം. പിന്നെ അതാണ് ഗായ്സ് ദൂരത്ത് നിന്ന ക്ലിഫ്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര ദൂരം വന്നത്. ഇവിടെ കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്നൊന്നും അറിയില്ല, കണ്ടപ്പോൾ ഒന്ന് എടുത്തതെന്നുള്ളൂ. ഗായ്സ്, ആ കാണുന്ന നീല കളറുള്ള കടൽ, അത് കാണുമ്പോൾ തന്നെ ഒന്ന് ഓടി പോയിട്ട് കുളിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം തന്നെ കുളിച്ച് പിന്നെ ആകെ ടയേർഡാവും. ഇതാണ് ആ വ്യൂ. പിന്നെ ഇങ്ങനൊരു വ്യൂ എടുത്തു. ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. താഴത്തു നിന്ന് കുറച്ചുകൂടി പൊക്കിയിട്ട് ആ വ്യൂ കാണിക്കാൻ എങ്ങനെയുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്നെടുത്ത് കുറച്ച് വെള്ളത്തിൽ ഇരുന്നിട്ടൊക്കെ. കുറച്ച് ദൂരം നടന്നപ്പോൾ കുറേ ആൾക്കാർ മുകളിലോട്ട് കയറുന്നുണ്ട് ക്ലിഫിൻ്റെ. ഞങ്ങളും അതിൻ്റെ മുകളിലോട്ട് കയറാണ്. അവസാനം കയറി. കാണുന്ന പോലെയല്ല, നേരിട്ട് കയറിയപ്പോൾ നല്ല റിസ്ക്കാണ്. ഒരു കയ്യിൽ ഫോണ്, ഒരു കൈ പിടിച്ചിട്ടാണ് മുകളിലോട്ട് കയറുന്നത്. ടോപ്പിലോട്ട് നോക്കുമ്പോൾ തന്നെ എന്തോ പോലെ. അതിനപ്പുറമാണ് താഴോട്ട് നോക്കിയപ്പോൾ. ഒന്ന് സ്ലിപ്പായാൽ പിടും ചെടി നിലത്തെടുക്കും. ഒരു പകുതി ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണ് തിരിച്ച് നോക്കിയതാണ്. ഇത്രയാണ് കയറിയത്. വീഡിയോയിൽ കാണുമ്പോൾ സിമ്പിളായിരിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയല്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പിടിച്ചിട്ടാണ് കയറുന്നത്. അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, മുകളിലോട്ട് വീണ്ടും കയറി എത്തണില്ലേ. കാണുമ്പോൾ പെട്ടെന്ന് എത്തും വിചാരിച്ചു, പക്ഷെ എത്തണില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട വ്യൂ ആണിത്. അടിപൊളിയായിരുന്നു. ഫോണിൽ കൂടെ കാണാനായിട്ടും കൂടുതൽ നേരിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ക്ലിഫ്. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ക്ഷീണിച്ച് അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച്. ഞങ്ങൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഫ്ലൈറ്റല്ല, ചെറിയൊരു ഹെലിപ്പാഡ് പോലെ, ഹെലികോപ്റ്റർ. അത് റെൻ്റിന് എടുത്തിട്ട് ആൾക്കാർ ജസ്റ്റ് ഒന്ന് ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു, ഉറപ്പൊന്നുമില്ല. പിന്നെ കുറേ നേരം നടന്നു, അത്യാവശ്യം നടന്നു. കാരണം അവിടെ ലാസ്റ്റ് എൻഡിലോട്ട് ലൈറ്റ് ഹൗസ് പോലെ ഉണ്ടായിരുന്നു, അതുവരെയൊക്കെ പോയി. പിന്നെ തിരിച്ചു വന്നു. ഇതാണ് ഒരു ഇറക്കം പോലെ ഉണ്ട്, നല്ല പച്ചപ്പ് പോലെയാണ്, നല്ല ഭംഗിയാണ്. പക്ഷെ ഒടുക്കത്തെ ചൂടും, അതാണ് എടുത്ത് പറയാനുള്ളത്. പിന്നെ അവസാനം ഞങ്ങൾ ചട്ടിപ്പത്തിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചട്ടിപ്പത്തിരി കൊടുന്ന് എന്നിട്ട് ബീച്ച് സൈഡിൽ നിന്നിട്ട് കട്ട് ചെയ്യാണ്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അത് കഴിച്ചിട്ട് ഇങ്ങനെ കണ്ടിരിക്കാനും. പിന്നെ അവസാനം ഞങ്ങൾ നടന്ന് തിരിച്ച് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുല്ലിനിടയിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കാണിച്ച്. പിന്നെ അവിടെ രണ്ടാൾക്കാർ കയാക്കിങ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ നമുക്ക് റെൻറ്റിനെടുത്തിട്ട് കയാക്കിങ് ചെയ്യാൻ പറ്റും. തിരിച്ചു പോകുമ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ പെട്ടെന്ന് എത്തി. അവസാനം ബൈ പറയാണ്.
അങ്ങനെ കുറച്ച് നടന്നു. പിന്നെ അവിടെ ചെറിയൊരു ഇത് കണ്ടു, റെൻറ്റിന് നമുക്ക് സൈക്കിൾ എടുത്തിട്ട് ഓടിക്കാൻ പറ്റിയ പ്ലേസ്. അപ്പോൾ അവിടെ നമുക്ക് റെൻറ്റിന് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇവിടെ ഒരു വിസിറ്റർ ക്രിയേഷൻ പോലെ സാധനം കണ്ടു, എന്താണെന്ന് അറിയില്ല. പിന്നെ അവിടെ ബോർഡ് ഫോട്ടോ എടുത്തു. പിന്നെ ഇതാണ് ഒരു റോഡ് സൈഡ്. പിന്നെ നമ്മുടെ പണ്ടത്തെ ലണ്ടനിലത്തെ ടെലിഫോൺ ബൂത്ത്, ആരും ഉപയോഗിക്കണമെന്നില്ല ഇപ്പോൾ, ഫോണൊക്കെ ഉള്ള കാലത്ത് പിന്നെ ആരും ഉപയോഗിക്കാനായിട്ട് ടെലിഫോൺ ബൂത്ത്. പിന്നെ ഇവിടെ ഒരു കഫേ